മദ്യലഹരിയിൽ യുവതിയുടെ പരാക്രമം. ഇന്നലെ രാവിലെ ഞാൻ കണ്ടൊരു ന്യൂസാണ്, ചെറിയ ന്യൂസ് ബൈറ്റ്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു മദ്യലഹരിയിൽ ഒരു സ്ത്രീ പരാക്രമണം നടത്തുന്നു, എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാനത് ന്യൂസ് ബൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ നാട്ടിലെ കണ്ണൂർ ഒരു ഗുണ്ടി, കണ്ണൂർ തലശ്ശേരിയിലാണ് ഈ സംഭവം. റസീന എന്നെങ്ങാണ്ടാണ് ആ സ്ത്രീയുടെ പേര്. റസീന തന്നെയാണ്. കാരണം ആ പേരിന് ഒരു പ്രത്യേകതയുണ്ട്. ആരാണ് ഈ ഗുണ്ടി എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര ഫേമസാണ്. കാരണം ഇത് ഫസ്റ്റ് ടൈം അല്ല. ഇനി കണ്ണൂരാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, തലശ്ശേരി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടുത്താണ്. ഈ വീഡിയോ കാണാൻ അവരെ കണ്ണുപെട്ട് എൻ്റെ വീട്ടിലെങ്ങാനും കയറി വരുമോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ആ വീഡിയോനെ കുറിച്ച് ഞാൻ പറയാം. ആദ്യം നമുക്കില്ലേ ഇന്നലെ ന്യൂസിൽ വന്ന സംഭവം, ഏത് കണ്ണൂരിലെ ഗുണ്ടിയുടെ ആക്രമണം ആദ്യം കാണാം. ഈ കാണുന്നതാണ് അവർ കാണിക്കുന്ന പരാക്രമണം. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വെച്ചിട്ടുള്ളത്, അതായത് അവർ കണ്ണൂർ തലശ്ശേരി നടു റോഡിൽ ആക്രമണം അഴിച്ചു വിടുകയാണ്. അത് വെള്ളം മദ്യപിച്ചിട്ട് നല്ല അടിച്ച് ഫിറ്റായിട്ട് ആൾ റോട്ടിൽ കിടന്ന ആൾക്കാരെയൊക്കെ അടിച്ച് തമർക്കുവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വന്ന പോലീസുകാരാണ് എനിക്കെന്താ പുല്ലാണെന്ന് പറഞ്ഞ് ഒരേ അടി. എന്നിട്ട് ഇവരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയ ലേഡി SIയെയും കയറി ആക്രമിച്ചു. അപ്പം ഇവർ ഇത്ര ധൈര്യത്തിൽ ചെയ്യണമെങ്കിൽ ഇവർ ചില്ലറക്കാരിയല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇത് നമ്മളെ റസീന മേഡത്തിൻ്റെ, അതായത് കണ്ണൂർ ഗുണ്ടിയുടെ പുതിയ കളികളല്ല, പണ്ടേ ആളിങ്ങനെ തന്നെയാണ്. അതിന് ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ഈ ലേഡിയുടെ വൈറലായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ട്. അന്നൊക്കെ കുറേ ന്യൂസ് ബൈറ്റിൽ, ഇതപ്പോൾ ഞാൻ താഴെ വെച്ചിരിക്കുന്ന ഈ 2 ന്യൂസ് ബൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്. അന്നത്തെ ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ റസീന കണ്ണൂരിൻ്റെ ഗുണ്ടി ആരാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. പൂളി ബസാർ സ്വദേശി റസീനയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ച റസീന അതിക്രമം ചോദ്യം ചെയ്തവരെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഇപ്പം ആളെ കത്തിയായിരിക്കും. അത്യാവശ്യം ഈ വീഡിയോ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അതേ റസീന തന്നെയാണ് 2 ദിവസം മുമ്പ് തലശ്ശേരി വീണ്ടും ഈ പോലീസിൻ്റെ നേരെയും നാട്ടുകാർക്ക് നേരെയും വെള്ളം അടിച്ചിട്ട്, അതേ ഫോർമാറ്റ് തന്നെ വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കിയതിന് മുമ്പും 2ഉം 3ഉം കേസിൽ ഇതേ സിറ്റുവേഷനിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഇതല്ല, ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, കുറച്ച് ദിവസം റിമാൻഡിലാക്കുന്നു, ഇവർ തിരിച്ചിറങ്ങുന്നു. ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ലേഡിയാണെന്ന് തോന്നുന്നില്ല. അത് ഈ തരത്തിൽ ബിഹേവ് ചെയ്യില്ലല്ലോ. ഇവരുടെ സ്ഥാനത്ത്, നമുക്ക് ആ പോയിന്റിലേക്ക് വരാം. ഇവരുടെ സ്ഥാനത്ത് ഒരു പയ്യൻ ജസ്റ്റ് ഓവർ സ്പീഡിൽ വന്നിട്ട് ചെറുതായിട്ടൊരു ആളെ തട്ടിയാലോ, അല്ലെങ്കിൽ ഒരു മരത്തിനിടിച്ചാലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ വന്ന് വഴുക്കി വീണാൽ മതി, അവനെ പെരുമാറാൻ നാട്ടുകാരുണ്ടാവും. അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കുനിച്ച് നിർത്തി കൂമ്പിന് നല്ല ഇടിയും കൊടുത്ത് ഇല്ലാത്ത FIR ഇട്ട് ജയിലിലടക്കാനും ആൾക്കാരുണ്ടാവും. ഇവിടെ ആൺകുട്ടികൾ അല്ലെ ആണുങ്ങൾ വെള്ളം അടിച്ചിട്ട് ഇതേപോലെ റോട്ടിൽ കിടന്നാൽ എന്താ ഉണ്ടാവുക? ഇതേപോലെ നാട്ടിൽ ഒരാളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താവും എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. പഞ്ഞി വെക്കേണ്ടി വരും മൂക്കിൽ. ആ രീതിക്ക് അടിച്ച് ഇല്ലാണ്ടാക്കി കളി ആളുകൾ. എന്നിട്ടേ പോലീസ് സ്റ്റേഷനിൽ കിട്ടുള്ളൂ. പ്രിവിലേജുകളില്ലേ, നമ്മളെപ്പോഴും ലേഡീസിന് വേണ്ടി ഈ വീഡിയോസിൽ, അതായത് ഈ ചാനലിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ആളുകൾ ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജ്, ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചില സന്ദർഭങ്ങളിൽ. കാരണം ഇവരെ പോലുള്ള ഒരു ലേഡിയാന്നുള്ള പ്രിവിലേജ് വെള്ളം അടിച്ച് നടു റോട്ടിൽ കിടന്ന് ഈ ബഹളം ഉണ്ടാകുമ്പോൾ ആരും തൊടില്ല. കാരണം അവരൊരു ലേഡിയാണ്. അവർക്കും അതറിയാം, ഞാനൊരു ലേഡിയാണ്, എന്നെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരുത്തൻ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് കേസ് കൊടുത്താൽ അവൻ നേരെ ഉൾട്ടയാവും. ഞാൻ വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കിയൊന്നുമല്ല, നേരെ ഉൾട്ടയായിട്ട് അവൻ്റെ കാര്യം കട്ടപ്പുകയാണെന്നറിയാം. പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ ഒരു പോലീസിനെയാണ് അവർ ചവിട്ടാനൊക്കെ നോക്കിയത്. ഒരുത്തൻ നാട്ടിൽ വെള്ളം അടിച്ച് ഇതേപോലെ അതിലെ കൂടി പോകുന്ന സ്ത്രീ, അല്ലെ ലേഡി കോൺസ്റ്റബിളിനെ, ലേഡി SIനെ
ഇതേപോലെ ചവിട്ടാൻ വേണ്ടി കാല് പൊക്കണ്ട, കാല് പൊക്കണം എന്ന് അവൻ ചിന്തിക്കുന്ന പോയിന്റിൽ തന്നെ അവൻ്റെ തലമണ്ട അടിച്ച് കീറിയിട്ടുണ്ടാവും. ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഓരോരോ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ചില പോയിന്റിലെങ്കിലും ആണുങ്ങൾക്ക്, ചില പോയിന്റിൽ നിന്നല്ല ഒട്ടുമിക്ക പോയിന്റിലും ആണുങ്ങൾക്ക് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇക്വാലിറ്റി അല്ല, കുറച്ച് താഴെയാണ് സ്പേസ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സ്ഥലത്ത് ഒരു ആണുങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവൻ ക്ലോസ് എന്ന് തന്നെ പറയണം. നമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥയാണ്. ഈക്വാലിറ്റി വേണമെന്ന് പറയുമ്പം ഈക്വൽ നിയമങ്ങളും ഈക്വൽ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചുറ്റുപാടും കൂടി നമ്മളെ സമൂഹത്തിൽ വേണമായിരുന്നു. നമ്മളെ കഷ്ടകാലം അതില്ല. അതാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നി. ആ ഒരു ചെറിയ കാര്യമാണ്, ഇത് ചെറിയ കാര്യമാണ് പറയുമ്പോൾ, പക്ഷെ അത് ശരിക്കും വലിയൊരു പോയിൻ്റാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർ ആ വീഡിയോ കണ്ടാൽ അറിയാം എത്ര കൂളായിട്ട് അവർ നാട് റോഡിൽ വെള്ളമടിച്ച ആളുകളുടെ വെക്കിട്ട് കയറുന്നത്, പോലീസിനെ വെക്കിട്ട് കയറുന്നത്. അതിവിടെ വേറൊരു പയ്യന് പറ്റിയാൽ ഇതിനേക്കാളും ന്യൂസ് വാല്യൂ ഉണ്ടാകും. അവൻ ചിലപ്പോൾ ലഹരിക്ക് അടിമയാകും, അവൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കും, പല കാര്യങ്ങൾ നടക്കും. ഇത്രയൊന്നും ന്യൂസ് വാല്യൂ ആയിരിക്കില്ല. അവൻ്റെ ജീവിതം കുളം തോണ്ടിയിട്ടുണ്ടാവും. ഇവർ 2-3 വർഷമായിട്ട് ഇതേ സെയിം പാറ്റേണിൽ ഇവർ ചെയ്യും. ജസ്റ്റ് 1-2 ന്യൂസ് ബൈറ്റിൽ വന്നിട്ട് അവരിന്ന് സ്കിപ്പാവുന്നു. ഇതേ രീതി തന്നെ അവർ ചെയ്യുന്നു. എന്തോ അറിയില്ല. ഇനിയിപ്പം ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഈ വീഡിയോ എങ്ങാനും എൻ്റെ ഭാഗ്യത്തിനോ അല്ല നിർഭാഗ്യത്തിനോ കുറച്ച് ആളുകൾ കണ്ട് കണ്ണൂരിലേക്ക് ഗുണ്ടിയെങ്ങാനും കണ്ട എൻ്റെ വീട്ടിൽ കയറി വരുമോ എന്നാണ് എനിക്ക് പേടി. എന്തായാലും നല്ല ഇണ്ടടേ നിയമം.